ഹലോ, ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണ വരെ ഒന്ന് പോവാണ് കേട്ടോ. എന്തിനാ പോയതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ബൈക്ക് യാത്ര നടത്തുന്നത്. ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ പ്രത്യേക ഒരു രസമല്ല ഇങ്ങനെ ഒരുമിച്ച് ബൈക്കിനൊക്കെ പോകാൻ. കെട്ടിയോളുടെ വീട് ചോക്കാടായതുകൊണ്ട് ഞങ്ങൾ കരുവാരുകൊണ്ട് വഴിയാണ് കേട്ടോ പോകുന്നത്. അവിടെ അറിയുന്നവർക്കറിയാം, കാളികാവ് വരെ ഭയങ്കര മോശമാണ് കേട്ടോ വഴി. പക്ഷെ കാര്യമായിട്ട് തന്നെ റോഡിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് തീരും നമുക്ക് പ്രതീക്ഷിക്കാം. കാളിയാവ് കഴിഞ്ഞാൽ പിന്നെ നൈസ് റൈഡ് സമ്മാനിക്കുന്ന കിട്ടൽ റോഡുകളാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന ഈ ബൈക്ക് ഏതാ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പെരിന്തൽമണ്ണ എത്തിയ സ്ഥിതിക്ക് ക്ഷീണം കാണുമല്ലോ, അപ്പൊ പിന്നെ എന്തെങ്കിലും ഒന്ന് കുടിക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കടയിൽ കയറി മുന്നത്തെ ഒരു ഓർമ്മയിൽ ഒരു ബബിൾ ടീ ഓർഡർ ചെയ്തു. ആ ഗ്യാപ്പിൽ ക്യൂട്ട്നെസ് വാരി വിതർന്ന് എന്റെ സ്വന്തം കെട്ടിയോള്. അധികം വൈകാതെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തി. ഞാനൊന്ന് കുടിച്ചു നോക്കി. അപ്പം തന്നെ പണി പാളിയത് മനസ്സിലായി. ഞാൻ അവൾക്ക് കൊടുത്തു, അവളും കുടിച്ചു നോക്കി. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലായിരുന്നു. എങ്കിലും ഒട്ടും വിഷമിക്കാതെ അത് മുഴുവൻ കുടിച്ചു തീർത്ത് ഉദാര മനസ്സിലായി എൻ്റെ കെട്ടുകൾ മാതൃകയായി. പിന്നെ ഞങ്ങൾ ഡെക്കാത്തലോണിലോട്ടാണ് പോയത്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ഐറ്റംസിനും തിരക്കേടില്ലാത്ത റേറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അവിടെ 99 രൂപ തൊട്ട് പലതരം ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കണ്ടറിയ തന്നെ വേണം. ഈ 199 രൂപയുടെ ഈ ചപ്പലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഞങ്ങൾ അവിടെ പോയത് ഈ ഐറ്റം വാങ്ങാനാണ്. കിട്ടില്ലൻ സാധനമാണ് കേട്ടോ. അത്യാവശ്യം ടൗലായിട്ട് ഉപയോഗിക്കാൻ, വണ്ടിയൊക്കെ കഴുകാനൊക്കെ അത് അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് റെഡ് ഷെഫിലേക്കായിരുന്നു. ചീസിൽ മുങ്ങിക്കിടക്കുന്ന ബർഗർ കഴിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. ഉച്ച സമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ വെച്ച കാലം മുന്നോട്ട് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫുഡിന് ഓർഡർ കൊടുത്ത് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. പ്രൈവസി എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നെ, ഇതാണ് പ്രൈവസി. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത കിഡിലൻ ഐറ്റം. ചിക്കനും ബീഫും കൊണ്ട് രണ്ടും പകുതി ആക്കി ആ ചീസിൽ മുക്കിങ് തരും. എൻ്റെ മോനെ, കിഡിലൻ പ്രസന്റേഷൻ എന്ന് മാത്രമല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും ചീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പെരിന്തൽമണ്ണ വഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഈ സ്വിച്ച് ഞെക്കുമ്പോൾ ലൈറ്റ് മാറുന്ന കണ്ണാടി കൊള്ളാല്ലേ. അയ്യോ, ഞങ്ങൾ എന്തിനാ പോയെന്ന് പറഞ്ഞില്ലല്ലോ. കെട്ടിയുള്ള ഒരു ജോലിയുടെ ആവശ്യത്തിന് മൗലാന ഹോസ്പിറ്റൽ വരെ പോയതാണ് കേട്ടോ. പക്ഷെ GD ഒന്നും സെറ്റ് ആവാത്തോണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. തളരരുത് രാമൻകുട്ടി, ഇത് പോയാൽ പോട്ടെ, അടുത്തതിന് സെറ്റാക്കാന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. പോയ കാര്യം നടന്നില്ലേലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ